Rena, we're here! Welcome to Sage Academy. You've been accepted to the world's greatest magic school for the world's greatest magic students. Sage has 5 distinct schools: Fuzzies, Flickers, Flyers, Fluxers, and Flares. I wish I just had a little more control over wacko animals I turn into. Was there some llama in there? It felt like a little bit of llama. Nori. By now, you're probably very clear as to which school you are in. Nori, look! Awesome! What does yours say? UDM. What's a UDM? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2005 പുറത്തിറങ്ങിയ സ്കൈ ഹൈ മൂവി എന്ന് പറയുന്ന മൂവിയുടെ സെയിം സ്റ്റോറി തീമിൽ വരുന്ന ഒരു മൂവിയാണ് 2020 പുറത്തിറങ്ങിയ അപ്സൈഡ് ഡൗൺ മാജിക് എന്ന് പറയുന്ന ഒരു മൂവി. അടിപൊളി ഫാൻറ്റസി, ഒരു കോമഡി എലമെന്റ് ഒക്കെ നിറഞ്ഞൊരു മൂവിയാണ്. എന്തായാലും നമുക്ക് പറഞ്ഞു ബോറടിപ്പിക്കാണ്ട് നേരെ മൂവിയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടി നമ്മളോട് ഒരു കാര്യം പറയുവാണ്. എല്ലാ കുട്ടികൾക്കും ഓരോ കഴിവുണ്ടാവും അല്ലേ? ചിലർക്ക് സ്പോർട്സിലായിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഇതിലൊന്നും കഴിവില്ലാത്തൊരു കുട്ടിയാണ് ഈ ഞാൻ. എൻ്റെ പേരാണ് നോറി. അങ്ങനെ നമ്മുടെ നോറിയെ കാണിക്കുവാണ്. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൂച്ചയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂച്ചയെ നോക്കുന്ന സമയത്ത് അവളും പൂച്ചയുടെ പോലെ ആയി മാറുവാണ്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂച്ച, ചിറകൊക്കെ ഉള്ള ഒരു പൂച്ച. അങ്ങനെ പൂച്ചയായി മാറുവാണ്. അത് കണ്ട് അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നീ വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ മൂവി ടൈറ്റിൽ കാണിക്കുകയാണ്. അങ്ങനെ 6 വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ നോറിയെ തന്നെ കാണിക്കുന്നു. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീഡിയോയുടെ ബട്ടൺ ഓൺ ചെയ്യാണ്ടാണ് അവൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഹലോ ഗൈസ്, ഞാൻ നോറി. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഒരു സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ആ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കുറേ മാന്ത്രിക ശക്തിയൊക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അങ്ങോട്ട് ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്ന് പറയാണ്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരിയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കൂട്ടുകാരിയെ കാണിച്ചു കൊടുക്കുകയാണ്. കൂട്ടുകാരിയുടെ പേരാണ് റീന. അങ്ങനെ നമ്മുടെ നോറിയാണെന്നുണ്ടെങ്കിൽ റീനയോട് പറയുന്നുണ്ട്, നീ നിൻ്റെ കഴിവൊന്ന് കാണിച്ചു കൊടുത്തേ എന്ന് പറയാണ്. അങ്ങനെ റീനയാണെന്നുണ്ടെങ്കിൽ അവളുടെ കഴിവ് എടുക്കുകയാണ്. അവളുടെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കൊണ്ട് ഇങ്ങനെ അമ്മാനം ഇടുക. തീ കൊണ്ട് വലിയൊരു ഗോളമൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ ഫും എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കലാണ് നമ്മുടെ റീനയുടെ പ്രധാന പരിപാടി. അങ്ങനെ റീനയ്ക്കാണ് ുണ്ടെങ്കിൽ അവളുടെ കഴിവ് ഇനിയും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ സ്കൂളിൽ പോകുന്നത്. അങ്ങനെ നമ്മുടെ നോറയുടെ കഴിവ് കാണിക്കുവാണ്. നോറയുടെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപം മാറാൻ പറ്റും. അതായത് ഏത് ജീവിയുടെ രൂപത്തിലോട്ടും അവൾക്ക് മാറാൻ പറ്റും. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ പൂച്ചയെയാണ് വിചാരിക്കുന്നതെങ്കിൽ അവൾ പകുതി പൂച്ചയും പകുതി വേറെ എന്തൊക്കെയോ ജീവിയുടെയൊക്കെ ശരീരമായിട്ട് മാറും. അങ്ങനെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവൾക്ക്. അതും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ സ്കൂളിലോട്ട് പോകുന്നത്. അങ്ങനെ വീണ്ടും സ്കൂളിലോട്ട് പോകുന്ന സ്ഥലത്തെത്തുവാണ്. അവർക്ക് വേണ്ടിയുള്ള ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അവർ. അങ്ങനെ അവിടെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്, കുറേ മാന്ത്രിക ശക്തിയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് കാട്ടിനകത്തുനിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നത്. നോക്കുന്ന സമയത്ത് കാട്ടിനകത്തുനിന്ന് ഒരാൾ വരുവാണ്. നിങ്ങൾക്ക് പോകാനുള്ള വഴി ഇതാണ്, അല്ലാതെ ബസ്സൊന്നും വരില്ല എന്ന് പറയുന്നു. അങ്ങനെ പേരൻസിനെയൊക്കെ ബൈ ബൈ ടാറ്റ കൊടുത്തിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ നേരെ കാട്ടിനകത്തോട്ട് പോവുകയാണ്. അതായത് ആ സ്കൂളിലോട്ട് പോവുകയാണ്. അങ്ങനെ കാട്ടിനകത്ത് കുറേ ദൂരം നടക്കുവാണ്. നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടി, അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജീവിയോട് സംസാരിക്കുകയാണ്. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ, നീ ഒന്ന് വീട്ടിലോട്ട് പൊക്കുക എന്ന് പറഞ്ഞിട്ട് ജീവിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ജീവിയോട് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ പറയുകയാണ്, ഈ കാട്ടിനകത്ത് വെച്ച് മേജിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് അവസാനം ഒരു മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊരു സ്ഥലം പോലെ ആക്കി വെച്ചേക്കാണ്, ഒരു ആർച്ച് പോലെ ആക്കി വെച്ചേക്കാണ്. അങ്ങനെ ആർച്ചിനകത്തോട്ട് നമ്മുടെ ആ ഡ്രൈവർ, അതായത് അവരെ കാട്ടിലോട്ട് കൊണ്ടുവന്ന അയാളാണെന്നുണ്ടെങ്കിൽ കയറി പോവുകയാണ്. അങ്ങനെ അയാൾ കയറി പോകുന്ന സമയത്ത് അയാളെ കാണാതെ ആവുകയാണ്. നോക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഇതാണ് നമ്മുടെ സ്കൂളിലോട്ടുള്ള വാതിൽ എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ നോറിയും നമ്മുടെ റീനയും കൂടി അതിനകത്തോട്ട് ഇങ്ങനെ ചാടി കയറി പോവുകയാണ്. അങ്ങനെ അവർ നേരെ സ്കൂളിൽ എത്തുവാണ്. എല്ലാവരും അവരുടെ പുറകെ വരുന്നുണ്ട്. സ്കൂളാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സ്കൂളാണ്. അവിടെ ഒരുപാട് കുട്ടികൾ മാന്ത്രിക ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം ത്രില്ലടിച്ചിരിക്കുകയാണ് നമ്മുടെ നോറി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെൽക്കം ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്കൂളിനകത്ത് കയറുവാണ്. അവിടുത്തെ ഹെഡ്മിസ്ട്രസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെൽക്കം കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന കുട്ടികളൊക്കെ 5 ടീമായിട്ട് തിരിക്കും. മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവർ. എല്ലാ ടീമിലും ഒരാളുടെ സഹായമില്ലാതെ ഒരു വസ്തുവിനെ അയാളിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുള്ളവരെ ഓറഞ്ച് ടീമിലും, ഫയറിനെ കൺട്രോൾ ചെയ്യാൻ പവറുള്ളവരെ റെഡ് ടീമിലും, പറക്കാൻ പവറുള്ളവരെ ബ്ലൂ ടീമിലും, അതുപോലെ തന്നെ മൃഗങ്ങളുടെ രൂപം മാറാൻ കഴിവുള്ളവരെ വയലറ്റ് ടീമിലും ഉൾപ്പെടുത്തും. അങ്ങനെ പുതുതായിട്ട് വന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ കഴിവാണുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അവരൊരു ടെസ്റ്റ് വെക്കുവാണ്. ഫസ്റ്റ് തന്നെ ഫയർ ടെസ്റ്റ് ആണ് നടത്തുന്നത്. ഫയർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു കുട്ടി അങ്ങോട്ട് വരുവാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ ഫയർ ടെസ്റ്റിൽ പാസ്സാവുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടി അങ്ങോട്ട് വരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഫയർ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ പുക മാത്രമേ വരുന്നുള്ളൂ, തീയൊന്നും വരുന്നില്ല. അങ്ങനെ അവനും ഒരു കാർഡ് കൊടുക്കുകയാണ്.
അങ്ങനെ വീണ്ടും നമ്മുടെ റീനയുടെ സ്ഥലം എത്തുവാണ്, റീനയുടെ സമയം എത്തുവാണ്. അവളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഫയർ ചെയ്ത് ആ ക്യാൻഡിൽ അങ്ങ് കത്തിക്കുകയാണ്. അങ്ങനെ അവൾക്കും ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവരെ വിളിക്കുകയാണ്. അവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് സാധനങ്ങൾ ആകർഷിക്കാൻ കഴിവുള്ളവരെ വിളിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി വരുവാണ്. ഇവളുടെ പേരാണ് പെപ്പർ. ഇവളാണെന്നുണ്ടെങ്കിൽ സാധനം ഇങ്ങനെ എടുത്തോട്ട് കൊണ്ടുവരുന്നതിന് പകരം അങ്ങ് ദൂരത്തോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഇവൾക്കും ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ അവൾക്കും ഒരു കാർഡ് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് പറക്കാൻ പവറുള്ളവരെ വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ പറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി വരുവാണ്. അവനാണെന്നുണ്ടെങ്കിൽ അധികം ആരോടും മിണ്ടാത്തൊരു ടൈപ്പാണ്. ആ ടീച്ചർ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല. ടീച്ചർ അവനോട് പറക്കാൻ പറയുന്നുണ്ട്. അവൻ പറക്കാൻ തയ്യാറാവുന്നില്ല. ടീച്ചർ അവനോട് പറയുന്നുണ്ട്, നീ പറക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്, നീ പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പുറത്തുണ്ടായിരുന്ന ബാഗ് അങ്ങ് ഊരുവാണ്. ഊരുന്ന സമയത്ത് തന്നെ അവൻ അങ്ങ് ആകാശത്തോട്ട് അങ്ങ് പോവാണ്. അങ്ങനെ അവൻ പറക്കുവാണ്. ടീച്ചറാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരാൻ പറയുന്നുണ്ട്. പക്ഷേ അവനക്ക് താഴോട്ട് വരാൻ മാത്രം അറിയില്ല, പറക്കാൻ മാത്രമേ അറിയുള്ളൂ, ലാൻഡ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ ആ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ കുറേ ലാഡറൊക്കെ കൊണ്ടുവന്ന് പുള്ളിക്കാരനെ എങ്ങനെയൊക്കെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ നോറിയുടെ പവർ കാണിക്കുന്ന സമയമാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നോറിയോട് ഒരു പൂച്ചയാവാൻ പറയുന്നു. നോറിയാണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ 5 സെക്കൻഡ് പൂച്ചയായിട്ട് നിന്നാലേ അവർ ആ മാച്ചിൽ വിജയിക്കുകയുള്ളൂ. പക്ഷേ ഇവരാണെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് ആയപ്പോഴേക്കും പൂച്ചയ്ക്ക് ചിറകൊക്കെ വന്ന് ഒരു വിചിത്ര ജീവിയായിട്ട് മാറുവാണ്. അങ്ങനെ നോറിക്കും ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പുറത്ത് നിൽക്കുവാണ് അവരുടെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിസൾട്ട് അറിയുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ടീച്ചർ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഒന്ന് നോക്കിക്കേ എന്ന് പറയുകയാണ്. എല്ലാവരും കാർഡ് നോക്കുകയാണ്. കുറേ ആളുകൾ പാസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റീനയും പാസ്സാവുകയാണ്. നമ്മുടെ നോറിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പാസ്സായതിൽ. അങ്ങനെ നമ്മുടെ നോറിയുടെ റിസൾട്ട് നോക്കുകയാണ്. UDM എന്നാണ് അവളുടെ പേപ്പറിൽ എഴുതിയിട്ടുള്ളത്. അവൾ എന്താണ് UDM എന്ന് അന്വേഷിക്കുകയാണ്. അവളുടെ ടീച്ചറിനോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, അവളുടെ അടുത്തുള്ള കൂട്ടുകാരി, അതായത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവളുടെ ക്ലാസ്സിലോട്ട് പറഞ്ഞയച്ചിട്ട് നമ്മുടെ നോറിയോട് പറയുന്നുണ്ട്, നീ പോകേണ്ടത് അങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട് കാട്ടിലോട്ട് വഴി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ UDM എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ പോകും നോക്കുകയാണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള എന്തോ സംഭവം കാണിക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുവാണ്. നോക്കുന്ന സമയത്ത് നേരത്തെ കണ്ട കുട്ടികൾ അതിനകത്തുണ്ട്. മാത്രമല്ല അതിനകത്ത് നമ്മുടെ ആ ഡ്രൈവറും ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇനി ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നോറിയാണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം, ഞങ്ങളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അവരെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറയുകയാണ്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് മാജിക് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് മാജിക് ഒരിക്കലും കളിക്കാനും പറ്റില്ല, മാജിക് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സാധാരണ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ ഹെഡ് മിസ്ട്രസ് അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് ഒരു ബുക്കിലുള്ളൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പണ്ടും ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ശരിയായ മാജിക്ക് ശരിക്കും ചെയ്യാൻ അറിയാത്ത ഒരുപാട് കുട്ടികൾ. അവരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട്. അവർ ശരിക്കും പോലെ മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഡോ മാജിക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ചേരുവാണ്. അവരാണെന്നുണ്ടെങ്കിൽ അതിനെ അഡിക്റ്റായിട്ട് പോവുകയാണ്. മാത്രമല്ല അതുകൊണ്ട് ഈ സ്കൂൾ മൊത്തം നശിപ്പിക്കാൻ നോക്കുവാണ്. അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവരെ ഞങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള മാജിക് നന്നായിട്ട് ചെയ്യാൻ കഴിയാത്ത, മാജിക്കിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നവരെ മാജിക് മറക്കണം. മാത്രമല്ല നിങ്ങൾ സാധാരണ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നും പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ആ ഹെഡ് മിസ്ട്രസ് അവിടുന്ന് പോവുകയാണ്. നമ്മുടെ നോറിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ മാജിക് നന്നായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്കൂളിലോട്ട് വന്നിട്ടുള്ളത്. അവൾക്ക് നന്നായിട്ട് തന്നെ സങ്കടമാവുന്നുണ്ട്. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നന്നായിട്ട് തന്നെ മാജിക് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റീനയെ കാണിക്കുകയാണ്. അവളിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഈ സമയം ടീച്ചറാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് കോൺസ് കൊടുക്കുകയാണ്. എന്നിട്ട് അത് പോക്കോൺസ് ആക്കി മാറ്റാൻ പറയുന്നു. അവളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയാണ്. ഈ സമയം നമ്മുടെ റീനയെ നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അത് ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നോറിയെ കാണിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീനയുടെയും അവളുടെയും ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ എന്നെ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് വേറൊരു ക്ലാസ്സിലും നിങ്ങൾ വേറൊരു ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ല. അത് തന്നെയാണ് നമ്മുടെ നോറിക്കും ഇവിടെ ഉള്ളത്. അങ്ങനെ നോറിയാണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ നോറിയുടെ അതേ സിറ്റുവേഷനിലാണ്. അവളുടെ രണ്ടുപേരുടെയും ഫോട്ടോ നോക്കിയിട്ട് അവരും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. നമ്മുടെ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വാതിൽ തുറക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ ചൂലിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം ഹാപ്പി ആവുകയാണ്. അങ്ങനെ നമ്മുടെ നോറിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ചൂലെടുക്കുവാണ്. ആയുമ്മ കയറിയിരിക്കുവാണ്. എന്നിട്ട് സ്പീഡിൽ ഓടിപ്പോയിട്ട് അങ്ങ് ചാടുവാണ്. നേരെ താഴോട്ട് എന്നെ പ്ലിങ് എന്ന് പറഞ്ഞ് അങ്ങ് വീഴുവാണ്. കാരണം അത് പറക്കാൻ പറ്റുന്ന ഒരു ചൂലായിരുന്നില്ല. അത് അവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചൂലാണ്. അവിടെ മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചൂലാണ്. ഇത് കേട്ടിട്ട് നമ്മൾ നോറിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട്, ഇത് പറക്കാൻ പറ്റുന്ന ചൂലല്ലേ, പിന്നെ നിങ്ങൾ ഇതിൻ്റെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് ആ ഡ്രൈവർ പറയുകയാണ്, അതൊരു പുതിയൊരു ചൂലാണ്, ഞാൻ കഴിഞ്ഞ ദിവസമാണ് മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അവിടെ എല്ലാവരും അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ 4 പേര് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോറിയാണെന്നുണ്ടെങ്കിൽ രൂപം മാറാൻ കഴിവുള്ള ടീച്ചർ അവിടുത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രൂപം മാറുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. നോറിയാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ എഴുതിയെടുക്കുന്നുണ്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ടീച്ചറുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ചയെ വാങ്ങുവാണ് നോറി ചെന്നിട്ട്. എന്നിട്ട് പൂച്ചയെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. പൂച്ചയെ പോലെ ആവാൻ ശ്രമിക്കുന്ന സമയത്ത് ആനയുടെ ചെവിയൊക്കെയുള്ള എന്തൊക്കെയോ വലിയൊരു ജീവിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ടീച്ചറൊക്കെ പേടിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആ ഡ്രൈവറെ വിളിക്കുകയാണ്. നോറിയെ പഴയതുപോലെ ആക്കാൻ പറയുന്നു. നോറിയും പഴയതുപോലെ ആകുവാണ്. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയമാവുകയാണ്. നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ നോറിയെ കാണുന്നുണ്ട്. രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ നോറിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറയുവാണ്, ഞാൻ ടീച്ചർ തന്ന ടിപ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്,
അത് വെച്ച് ഞാൻ എന്തായാലും ഒരു മാന്ത്രിക ശക്തിയുള്ള ഒരു മജീഷ്യനായിട്ട് മാറും എന്നും പറയുകയാണ്. രൂപം മാറാനുള്ള കഴിവുള്ള ആളായിട്ട് മാറും എന്ന് പറയുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഇതുവരെ മിണ്ടാത്ത ഒരുത്തൻ വന്നിട്ട് മിണ്ടുവാണ്. എല്ലാവരും അവനെ തന്നെ തുറച്ച് നോക്കുകയാണ്. നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാൻ പാടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും നോക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ നോറിയുടെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ റീനയുടെ ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, നീ അവരായിട്ടൊന്ന് കൂട്ടുകൂടാൻ പാടില്ല, നിന്റെ ശക്തിയും കൂടി പോവും, നീ എന്തായാലും അവരുടെ അടുത്തോട്ട് പോകണ്ട എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ നോറി ആണെന്നുണ്ടെങ്കിൽ റീനയെ കാണുന്നുണ്ട്. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോവുകയാണ്. നോറി ആണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീനയെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്തിനാണാവും? അങ്ങനെ വീണ്ടും റീനയ്ക്ക് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺസ് കൊടുത്തിട്ട് അത് പോക്കോൺസ് ആക്കി മാറ്റാൻ പറയുകയാണ്. റീനയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പോക്കോൺസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യുകയാണ്. ടീച്ചർ അത് കഴിച്ച് നോക്കിയിട്ട് പറയുകയാണ്, സംഭവം ഒക്കെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി വേവാനുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ റീനക്ക് സങ്കടമാവുന്നുണ്ട്. അവൾ നന്നായിട്ട് തന്നെ ഇനിയും ചെയ്തോളാം എന്ന് ടീച്ചറിനോട് പറയുകയാണ്. അങ്ങനെ അവൾ ക്ലാസ് കഴിഞ്ഞ് അവളുടെ റൂമിലോട്ട് പോവുകയാണ്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ അവളെ കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ അവളോട് പറയുന്നുണ്ട്, നീ ആരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുകയാണ്, ഞാൻ നീ ചെയ്തതൊക്കെ കണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തു, പക്ഷെ കുറച്ചുകൂടി ശരിയാക്കാനുണ്ടല്ലേ, നീ എന്തായാലും എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം എന്നും പറയുകയാണ്. എന്നിട്ട് അവൾ അങ്ങ് പോവുകയാണ്. അങ്ങനെ റീനയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുക്കൊക്കെ വായിക്കുന്നുണ്ട്. അവളുടെ സംശയങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറേ ബുക്കൊക്കെ എടുത്ത് വായിക്കുകയാണ്. അങ്ങനെ ബുക്ക് തിരിച്ചു വെക്കുന്ന സമയത്ത് അവൾക്ക് വേറൊരു ബുക്ക് കിട്ടുവാണ്. ആ ബുക്ക് താഴോട്ട് വീഴുന്നു. അവൾക്ക് ആ ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് ബുക്കാണ്, അതായത് ഷാഡോ മാജിക് എന്ന് എഴുതിയൊരു ബുക്കാണ്. ആ ബുക്കാണെന്നുണ്ടെങ്കിൽ അവിടെ എടുത്ത് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് മൊത്തം ഓഫ് ആവുകയാണ്. ആകെ ഒരു നിഗൂഢത ഇരുട്ടായിട്ട് മാറുന്നു. അവൾ പേടിച്ചിട്ട് ആ ബുക്ക് അവിടെ തന്നെ കൊണ്ടുവെക്കുകയാണ്. ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് നേരത്തെ കണ്ട ആ പെണ്ണ്. ഇവൾ ആരാണ് എന്നൊന്നും ഇപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ റൂമിലോട്ട് ചെല്ലുകയാണ്. റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ കണ്ട ആ ബുക്ക് വീണ്ടും അത് അവളുടെ കട്ടിലേ ഇരിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് നോക്കുകയാണ്. അവൾ ആ ബുക്ക് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുന്ന സമയത്ത് നിനക്ക് എൻ്റെ ഹെൽപ്പ് വേണം എന്ന് എനിക്കറിയാം എന്ന് ബുക്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആ പെണ്ണ് അവളോട് പറഞ്ഞ പോലെ തന്നെ നിനക്ക് എന്തെങ്കിലും മാജിക്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്നും പറയുവാണ്. അങ്ങനെ അവൾ അത് നോക്കുകയാണ്. കുറച്ച് ലൈൻസൊക്കെ വായിക്കുന്നുണ്ട്. ഇതേ സമയം ആ ബുക്കിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ട് അവളുടെ ഉള്ളിലോട്ട് അങ്ങ് പ്രവേശിക്കുകയാണ്. അതായത് ഇപ്പോൾ അവളൊരു ദുഷ്ടശക്തിയായി മാറിയ പോലെ നമുക്ക് തോന്നും. അങ്ങനെ അവളുടെ ഉള്ളിലോട്ട് അങ്ങ് പ്രവേശിക്കുന്നു. അവളാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വരച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ട് ആ കന്തം പെട്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അവരുടെ അക്കാഡമിയിൽ ഒരു മാച്ച് നടക്കുവാണ്. ആരാണോ ആ 5 ടീമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവരെ അടുത്തതായിട്ട് അവരുടെ സ്കൂൾ ലീഡറാക്കി മാറ്റും എന്നുള്ളൊരു പെർഫോമാണ് നടക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ മത്സരിക്കുകയാണ്. നമ്മുടെ റീനയും അതുപോലെ തന്നെ റീനയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും കൂടി മത്സരിക്കുകയാണ്. റീനയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ ഒരു കോൺസ് പോപ്കോണാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. റീനയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് കൈയൊന്ന് വെറുതെ വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് ഒരുപാട് പോപ്കോണായി മാറുവാണ്. അങ്ങനെ ടീച്ചർ നന്നായിട്ട് തന്നെ അതിശയപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നോറി അങ്ങോട്ട് വരുവാണ്. നോറി ആണെന്നുണ്ടെങ്കിൽ അവളുടെ പെർഫോം ചെയ്യാൻ പറ്റിയ സ്ഥലം ഈ സമയം എപ്പോഴാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് വന്നേക്കാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, UDM ആർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നോറി പറയുകയാണ്, എനിക്കൊരു അവസരം കൂടി തരണം, ഞാൻ എന്തായാലും ഈ അവസരത്തിൽ വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോറി ആണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചയായിട്ട് മാറുകയാണ്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടൈം നോക്കുന്നുണ്ട്. പക്ഷേ ഈ സമയവും അവർക്ക് ചിറക്കൊക്കെ വന്ന് വളരെ വലിയൊരു വിചിത്ര ജീവിയായിട്ട് മാറുകയാണ്. എന്തൊക്കെയോ പന്നിയുടെ മുഖമൊക്കെ ഉള്ള വളരെ വലിയൊരു വിചിത്ര ജീവിയായിട്ട് മാറുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ അവളുടെ ശക്തി ഉപയോഗിച്ച് നോറിയെ പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ കൺട്രോളിലല്ല അവളുടെ പവറൊന്നും യൂസ് ആവുന്നത്. അവളാണെന്നുണ്ടെങ്കിൽ വലിയൊരു തീൻ്റെ ഒരു ഗോളം ഉണ്ടാക്കി നമ്മുടെ നോറിയെ അങ്ങ് പേടിപ്പിക്കുകയാണ്. അവളാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ആവുന്നുണ്ട്. ഈ സമയം ആ ഡ്രൈവർ വന്ന് നമ്മുടെ നോറിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ആ ഹെഡ് മിസ്ട്രസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവറെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. UDMക്കാരെ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്, കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ എന്തായാലും ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് ആ ഡ്രൈവറോട് പറയുകയാണ്. അങ്ങനെ അവരെ നാണം കെടുത്തി പറഞ്ഞയക്കുവാണ്. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ നേരെ വരുന്നത് ഒരു കാട്ടിലോട്ടാണ്. നമ്മുടെ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരിൽ നിന്നെല്ലാം ഞാൻ മാജിക്ക് പൂർണ്ണമായിട്ട് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ന് ടീച്ചർ നിങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. നാളെ ടീച്ചറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, നിങ്ങളാണ് ഈ കോളേജിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് എന്ന് ടീച്ചറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് നമ്മുടെ ആ ഡ്രൈവർ ഇവരോട് പറയുകയാണ്. അങ്ങനെ ഡ്രൈവർ പറയുകയാണ്, നിങ്ങൾക്കുള്ള കഴിവ് വെച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ കഴിവ് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്. മറ്റുള്ളവർക്കുള്ള ഇല്ലാത്ത കഴിവ് നിങ്ങൾക്കുണ്ടല്ലോ, അത് വെച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രൈവറിനും ഒരു കഴിവുണ്ടെന്ന് ഡ്രൈവർ പറയുകയാണ്. ഡ്രൈവറിൻ്റെ കഴിവ് എന്താണെന്ന് അവർ കാണിച്ചു കൊടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവറിനും മൃഗങ്ങളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ മൃഗങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ പാട്ട് പാടുക ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് മൃഗങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ പറയുന്നത് എന്താണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ റീനയെ കാണിക്കുകയാണ്. അവളിപ്പോൾ അവളുടെ റൂമിലോട്ട് വരുവാണ്. റൂമിലോട്ട് വരുന്ന സമയത്ത് റൂമിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ആ പെണ്ണും അവളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് ഇരിക്കുന്നുണ്ട്. നമ്മുടെ റീനയ്ക്ക് മനസ്സിലാവുകയാണ് ഇവളാണ് ഈ ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ബുക്ക് എടുത്തിട്ട്
അവളോട് പുറത്തിറങ്ങാൻ പറയുകയാണ്. അങ്ങനെ റീനയാണെന്നുണ്ടെങ്കിൽ അവളോട് പുറത്തിറങ്ങാൻ പറയുന്ന സമയത്ത് അവൾ ആ ബുക്ക് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുവാണ്. അങ്ങനെ വാതിൽ അടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ബുക്ക് അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ മൊത്തമായിട്ട് നന്നായിട്ട് തന്നെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അവരുടെ കഴിവ് മൊത്തമായിട്ടൊന്നും അവർ നന്നായിട്ട് തന്നെ പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫൗണ്ടേഴ്സ് ഡേ ആരംഭിക്കുകയാണ്. അതിൻ്റെ തലേ ദിവസം നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ റീനയുടെ മുമ്പിലോട്ട് വരുന്നത്. റീനയാണെന്നുണ്ടെങ്കിൽ അവളെ കണ്ടുടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനും എൻ്റെ പുറകെ നടക്കുന്നത്, നീ എന്തിനും ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചൂടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ റീനയുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ റീനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇവളെ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇവളെന്തൊരു പ്രായമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നമ്മൾ റീനയാണെന്നുണ്ടെങ്കിൽ ഓടി പോവാണ്. അങ്ങനെ അവൾ അവളുടെ കോളേജിനകത്തോട്ട് കയറുന്നു. അവളുടെ പുറകെ തന്നെ ആ കുട്ടിയും പെൺകുട്ടിയും വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഞാനൊരു ഷാഡോ മേജിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്, എന്നിട്ട് ഈ സ്കൂളിൽ മൊത്തം നശിപ്പിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവളുടെ അകത്തോട്ട് കയറുവാണ്. ഇതേ സമയം തന്നെ നോറി അങ്ങോട്ട് വരുവാണ്. നോറി വന്ന ഉടനെ തന്നെ നോറിക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ റീനയുടെ അകത്ത് ഷാഡോ മേജിക്ക് കയറിയിട്ടുള്ള കാര്യം. നോറി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടിപ്പോയി രക്ഷപ്പെടുവാണ്. എന്നിട്ട് നേരെ നമ്മുടെ ഡ്രൈവറിനോടും അവളുടെ കൂട്ടുകാരിയോട് കാര്യം പറയുവാണ്. നമ്മളെ റീനയുടെ മേത്താണെന്നുണ്ടെങ്കിൽ ഷാഡോ മേജിക്ക് കയറിയ കാര്യമൊക്കെ പറയുവാണ്. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇതിപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാളെ നേരം വെളുക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഫൗണ്ടേഴ്സ് ഡേ ആണ്. എല്ലാവരും വളരെയധികം ആഘോഷിച്ച് ഇരിക്കുകയാണ്. സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. നമ്മുടെ റീനയും അവിടെ ഇരിക്കുന്നുണ്ട്. റീനയോടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഒരു മേജിക്ക് കാണിക്കുക എന്ന് പറയുകയാണ്. റീനയാണെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റേജിലോട്ട് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നത്, എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം മേജിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു തീയിൻ്റെ ഒരു ബോൾ ഉണ്ടാകുവാണ്. അത് പതിയെ പതിയെ വലുതാവുകയാണ്. വലുതായി അവരെ തന്നെ ഉപദ്രവിക്കുകയാണ്. അവർ ഉപദ്രവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചും ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡാർക്ക് മേജിക്കായിട്ട് മാറുവാണ്. അതായത് ആ ഷാഡോ മേജിക്കായിട്ട് ഒരു നേരളുടെ രൂപമുള്ള ഒരാളായിട്ട് മാറുവാണ്. എല്ലാവർക്കും പേടിയാവുകയാണ്. എല്ലാവരും ഇവിടെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരെക്കൊണ്ടും പറ്റുന്നില്ല. ഇതേ സമയമാണ് അങ്ങോട്ട് നമ്മുടെ UDM-ലെ കുട്ടികൾ വരുന്നത്. UDM-ലെ പിള്ളേർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രമിക്കുകയാണ്. ഇതേ സമയം നമ്മൾ നോറിയാണെന്നുണ്ടെങ്കിൽ പറന്നു പോയിട്ട് ഷാഡോ മേജിക്കായിട്ടുള്ള അവളെ അങ്ങ് താഴത്തോട്ട് തള്ളിയിടുവാണ്. അങ്ങനെ അവളെ ആക്രമിക്കാൻ വേണ്ടി മറ്റുള്ള കുട്ടികളും മുതിരുന്ന സമയത്ത് നമ്മുടെ നോറി പറയുന്നുണ്ട്, അവളെ എൻ്റെ ഫ്രണ്ടാണ്, അവളെ ഒന്നും ചെയ്യരുത്, ഞാൻ എങ്ങനെയെങ്കിലും അവളെ പഴയതുപോലെ ആക്കിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ നോറിയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ റീനയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, നിന്നെ തോൽപ്പിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഷാഡോ മേജിക്കിനൊക്കെ പുല്ല് പോലെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ റീനയാണെന്നുണ്ടെങ്കിൽ അവളുടെ ശക്തി ഉപയോഗിച്ച് ആ ഷാഡോ മാജിക്കിനെ അങ്ങനെ തോൽപ്പിക്കുകയാണ്. അവൾ സ്വതന്ത്രമാവുകയാണ്. മാത്രമല്ല നമ്മുടെ നോറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീനയൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം അവൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നോറി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീനയോട് വളരെയധികം ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ സ്കൂളിലെ എല്ലാ കുട്ടികളെയും UDM-ലെ പിള്ളേർ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ UDM-ലെ പിള്ളേരും എല്ലാ കുട്ടികളെയൊക്കെ ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് അവിടുത്തെ പ്രിൻസിപ്പൾ ഇറക്കുവാണ്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് കഴിയുകയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കിടിലൻ സീൻ കാണിച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവി നമുക്ക് ഒരുപാട് മെസ്സേജസ് തരുന്നുണ്ട്. ഒരിക്കലും ഒരാളുടെ കഴിവിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവൻ വ്യത്യസ്തനാണെന്ന് കരുതി ഒരിക്കലും അവനെ മാറ്റി നിർത്താൻ പാടില്ല. ഒരാളുടെ കഴിവ് കണ്ടിട്ട് നമുക്കും അതുപോലെ ഒരു കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ പാടില്ല. നമുക്കുള്ളത് എന്താണോ അത് വെച്ച് നമ്മൾ തൃപ്തിപ്പെടുക. മാത്രമല്ല നമുക്കുള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ജീവിതത്തിൽ എന്തായാലും ഉപകാരപ്പെടുള്ളൂ. എന്തായാലും എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ കാണുക. അപ്പം എന്തായാലും നമ്മുടെ മൂവി ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു അടിപൊളി മൂവി ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു മൂവി ആയിട്ട് വരുന്നവരേക്കും ബൈ.